ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. നമുക്കിന്ന് കുറച്ച് കല്ലുമ്മക്കായ് കിട്ടിയിട്ടുണ്ട്. ഈ കല്ലുമ്മക്കായ് എങ്ങനെ ക്ലീൻ ചെയ്യാം, അതുപോലെ എങ്ങനെ കല്ലുമ്മക്കായ് അടയുണ്ടാക്കാം എന്നൊക്കെ നോക്കാം. കല്ലുമ്മക്കായ് ആദ്യം തന്നെ ഒരു 2 വെള്ളത്തിൽ ഞാൻ കഴുകി. കാരണം വെച്ചാൽ ചിലപ്പോൾ മണ്ണെല്ലാം ഉണ്ടാവും. അതെല്ലാം അങ്ങ് കഴുകി കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ പുറത്തൊരു വെള്ള കളർ പോലെയുള്ള എന്തെങ്കിലും കച്ചറ കാണാം. അതിൽ ഞാനൊരു സ്ക്രബ് എടുത്തിട്ട് ഉരച്ച് കളഞ്ഞു. പിന്നെ അതിന് ശേഷം ഒരു കത്തി എടുത്തിട്ട് അതിൻ്റെ ഇടയിലേക്കൂടെ ഇട്ടിട്ട് മുകളിലേക്കൂടെ വലിക്കുമ്പം അതങ്ങ് തുറന്ന് വരും. അതിന് ശേഷം ഈ ചേര് പോലെയുള്ള ഭാഗം കണ്ട അത് അങ്ങ് പറിച്ച് കളയും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വയറ് പോലത്തെ ഭാഗം ഉണ്ടാവും. അത് നമ്മളങ്ങ് വലിക്കുമ്പം തന്നെ കൈമ കിട്ടും. ഇതെന്ന് വിചാരിച്ചാൽ നമുക്ക് വയറുവേദനയെല്ലാം ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും കൂടെ അങ്ങ് ക്ലീൻ ചെയ്ത് കളഞ്ഞു. കണ്ട ഇത്ര പോരെ കച്ചറ നമുക്ക് ഈ കല്ലുമ്മക്കായിന്ന് കിട്ടി. നോക്കി എത്രയാണ് കച്ചറാന്ന്. അതിന് ശേഷം നമ്മളെന്താക്കി പൈപ്പിനെ കാണിച്ചിട്ട് അങ്ങനെ ഒരു 2 വെള്ളത്തിൽ കഴുകി. പിന്നെ അതുപോലെ വെള്ളം അതിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതേപോലെ പാത്രത്തിൻ്റെ സൈഡിൽ കുത്തനെ വെച്ചു. പിന്നെ അതിലേക്കുള്ള മാവ് നമുക്ക് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് തേങ്ങ ചിരകിയതും, 1 സ്പൂണ് വലിയ ജീരകം, കുറച്ചൊരു ലേശം ചെറിയ ജീരകവും, ഉപ്പും, കറിവേപ്പിലയും, ഒരു ഇഞ്ചി കഷ്ണവും, പിന്നെ അതുപോലെ ഉള്ളി ഇട്ടിന് അതെനിക്ക് കാണിക്കാൻ വിട്ടുപോയതാണ്. പിന്നെ അതുപോലെ കല്ലുമ്മക്കായിൻ്റെ ഇറച്ചിയില്ലേ, അതൊരു 2 എണ്ണം കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി കല്ലുമ്മക്കായിൻ്റെ ഫ്ലേവർ നമ്മൾ ഈ മാവിന് പിടിക്കും. അത് അരച്ച് ഒഴിച്ചതിന് ശേഷം നമുക്ക് എന്താക്കാം, പത്തലിൻ്റെ പൊടിയില്ലേ, പത്തലിൻ്റെ പൊടി അതിലേക്ക് ഇട്ട് നല്ലോണം കുഴക്കുക. ലൂസാവാനും പാടില്ല, ഓവർ കട്ടയാവാനും പാടില്ല. നമുക്കൊരു ഉണ്ട പിടിക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ കണ്ട ഇതേപോലെ. പിന്നെ അതുപോലെ ഞാൻ ഇതിൽ കുറച്ച് മഞ്ഞപ്പൊടി കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ആ ഒരു മഞ്ഞ കളറായിട്ട് കാണുന്നത്. ഇനി നമുക്ക് കല്ലുമ്മക്കായിലേക്ക് അരി നിറക്കാം. ആ മാവ് അങ്ങ് നിറച്ച് കൊടുക്കുക. അത് അതേപോലെ ആക്കിയിട്ട് അങ്ങ് വെക്കുക. കണ്ട നിറച്ച് നല്ല കട്ടക്കന്നെ ആക്കിക്കോ. ഇനി ഇതിങ്ങനെ നിറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ആവിക്ക് വേവിക്കാൻ വെക്കാം. ഇത് ആവിക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 10-15 മിനിറ്റ് കഴിഞ്ഞ് 15 മിനിറ്റ് എന്തായാലും എടുക്കും. കാരണം വെച്ചാൽ നമ്മൾ കുറച്ച് നല്ലോണം അരി നിറക്കുന്നുണ്ടല്ലോ അതിൽ. കണ്ട തോടിൻ്റെ കളർ തന്നെ മാറി. പിന്നെ അതുപോലെ ആ തോടിന്ന് അരി കുറച്ച് വിട്ട് നിൽക്കുന്നതുകൊണ്ട് അപ്പം തന്നെ മനസ്സിലാക്കാം നമുക്ക് ഇത് വെന്തെന്ന്. വേണമെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ട് കുത്തി നോക്കാം. അങ്ങനെ അതെല്ലാം എടുത്ത് രണ്ടാമത്തെ ട്രിപ്പും കൂടെ കല്ലുമ്മക്കായി ഇട്ട് അത് കുറച്ച് തണിഞ്ഞതിന് ശേഷം മാത്രമേ അതിന് തോട് ഇളക്കിയെടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അത് അതിലേക്ക് പറ്റി പിടിച്ചിട്ടുണ്ടാകും. ഈ ഇറച്ചി തോടിൽ തന്നെ പറ്റി പിടിച്ചിട്ടുണ്ടാകും. അപ്പം ഇറച്ചി വേറി ഈ മാവ് വേറെയും ആയിരിക്കട്ടെ ഉണ്ടാവൽ. കാരണം നല്ല വെന്ത് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താക്കാം, ഇതിന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, പിന്നെ അതെല്ലാം ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി വെക്കുക. പിന്നെ ഇതിൽ ചില ആൾക്കാർ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റെല്ലാം കൂട്ടലുണ്ട്. ഞാനത് കൂട്ടിയിട്ടില്ല, വേണമെങ്കിൽ കൂട്ടാം. പിന്നെ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്താണെന്ന് വെച്ചാൽ അത് ഒഴിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ഓരോന്ന് നിരത്തി അങ്ങ് വെക്കുക. ഇടുന്ന സമയത്ത് കുറച്ച് ചെറിയ തീയിലാക്കിക്കോ, പിന്നെ അങ്ങോട്ട് കുറച്ച് തീ കൂട്ടിക്കോ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചില ആൾക്കാർ ഈ നമ്മൾ ഈ തേങ്ങ അരച്ചിട്ടുണ്ടായിട്ടില്ലേ, അതിൽ ചിലപ്പം ചില ആൾക്കാർ പച്ചരി അരച്ചിട്ട് കൂട്ടലുണ്ട്. പച്ചരി കുറച്ച് സമയം പൊതിർത്ത് വെച്ചിട്ട് ആ തേങ്ങയിൽ കുറച്ച് പച്ചരിയും കൂടെ അരച്ചിട്ട് കൂട്ടലുണ്ട്. അതെന്ന് വിചാരിച്ചാൽ കുറച്ചും കൂടി ഈ അരിന്ന് കുറച്ച് ഹാർഡായിരിക്കും. ഇതെന്ന് വിചാരിച്ചാൽ നല്ല സോഫ്റ്റ് ഉണ്ടായിന് കേട്ടോ. കഴിക്കുമ്പം തന്നെ നല്ല സോഫ്റ്റാണ് ഉണ്ടായിന്. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ പുറത്തുനിന്നെല്ലാം വാങ്ങിക്കുന്നത് കുറച്ച് ഹാർഡ് കാണുന്നില്ല, അത് ചിലപ്പോൾ ഈ അരിയെല്ലാം കൂട്ടുന്നത് കൊണ്ടായിരിക്കും കേട്ടോ. അങ്ങനെയെല്ലാം പൊരിച്ചിട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, കഴിക്കാൻ അതിലേറെ ടേസ്റ്റ് ആയിരിക്കട്ടെ. ഈ കല്ലുമ്മക്കായുടെ പിള്ളേർക്കും എനിക്കും എല്ലാവർക്കും വലിയ ഇഷ്ടപ്പെട്ടു. നല്ല ചൂടുള്ള ചായയും കല്ലുമ്മക്കായി പൊരിച്ചതും മക്കൾ കഴിക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായി. സാധാരണ എൻ്റെ ചെറിയ മോൻ ഇസിയാൻ അങ്ങനെ എരിവിലത് കഴിക്കാത്തതാണ്. പക്ഷെങ്കിൽ ഇത് നല്ല രീതിയിൽ തിന്നിട്ടുണ്ടായിന് കേട്ടോ. അവന് നല്ലോണം ഇഷ്ടമായി. അതുകൊണ്ടാണ് ഫ്ലൈങ് കിസ് എല്ലാം തരുന്നുണ്ട് എനിക്ക്. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാ, ബൈ.